മുസ്ലിം വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കുന്നതിനായി വർഗീയ കാർഡ് ഇറക്കി കളിച്ച PC ജോർജിന് തിരിച്ചടി. ജോർജിനെ പിന്തുണയ്ക്കാതെ BJP നേതൃത്വം. PC ജോർജിന്റെയും മകൻ ഷോൺ ജോർജിന്റെയും രാഷ്ട്രീയ ഭാവി എന്താണെന്ന ചൂടുപിടിച്ച ചർച്ചകളാണിപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമായി നടക്കുന്നത്. നിലവിൽ രണ്ടുപേരും BJPയുടെ നേതാക്കന്മാരാണെങ്കിലും BJP നേതാക്കൾ പോലും അവരെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കെ സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെയും പോലെയുള്ള നേതാക്കളെല്ലാം തന്നെ ഒരു കൈ അകലത്തിലാണ് ഇവരെ നിർത്തിയിരിക്കുന്നത്. ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് മുഴുവൻ തങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്നാണ് അവകാശവാദം. എന്നാൽ കെ സുരേന്ദ്രൻ നേരിട്ട് മത്സരിച്ചപ്പോഴും പിന്നീട് അനിൽ ആന്റണി മത്സരിച്ചപ്പോഴും ഇവർക്കുള്ള ജനപിന്തുണ BJPക്ക് വ്യക്തമായി മനസ്സിലായതാണ്. പൂഞ്ഞാറിൽ PC ജോർജും കാഞ്ഞിരപ്പള്ളിയിൽ അല്ലെങ്കിൽ പാലായിൽ മകൻ ഷോൺ ജോർജും മത്സരിക്കാനാണ് ഇവർ പദ്ധതി തയ്യാറാക്കുന്നത്. എന്നാൽ കെ സുരേന്ദ്രനാകട്ടെ പാലാ സീറ്റിൽ തന്റെ പരമ്പരാഗത RSSകാരെ മത്സരിപ്പിക്കുവാനാണ് താല്പര്യം. പൂഞ്ഞാറിൽ PC ജോർജ് വീണ്ടും മത്സരിച്ചാലും വീണ്ടും മൂന്നാം സ്ഥാനം തന്നെയാകും ലഭിക്കുക. ആരോഗ്യ പ്രശ്നങ്ങളും കൂടെയുള്ള വിവാദങ്ങളും PC ജോർജിന്റെ ഗ്രാഫ് വല്ലാതെ താഴ്ത്തിയിരിക്കുകയാണ്. മുസ്ലിം വിരോധം തലയ്ക്ക് പിടിച്ച് നാട്ടിൽ വർഗീയത പടർത്തുന്നത് സമൂഹത്തിൽ ജോർജിനെതിരായ വികാരം ഉയർത്തിയിട്ടുണ്ട്. മാത്രമല്ല, സോളാർ വിവാദ നായികയുമായുള്ള ലൈംഗിക ചുവയുള്ള ഫോൺ സംഭാഷണങ്ങൾ PC ജോർജിന്റെ സമൂഹത്തിലുള്ള വില കൂടി കളയുന്നതായിരുന്നു. അതുകൂടാതെ ക്യാൻസർ അതിജീവിതയായ നിഷ ജോസ് കെ മാണിയെ പറ്റിയും അവരുടെ രോഗാവസ്ഥയെക്കുറിച്ചും മോശമായ രീതിയിൽ സംസാരിച്ചത് സ്ത്രീ സമൂഹത്തിലും PC ജോർജിന് വലിയ ഡാമേജ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയും മത്സരിച്ചാൽ പരമാവധി 20,000 വോട്ടിൽ കൂടുതൽ PC ജോർജിന് ലഭിക്കാനുള്ള സാധ്യതയുമില്ല. ക്രിസ്ത്യൻ മേഖലകളിൽ UDF അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥികൾ വോട്ട് നേടുകയും ചെയ്യും. ഇനി മകൻ ഷോൺ ജോർജിന്റെ കാര്യം എടുത്താൽ തന്നെ ഒന്നാമത്തെ കാര്യം സീറ്റ് BJP വിട്ടു നൽകുമോ എന്നതാണ്. നൽകിയാൽ തന്നെ കാഞ്ഞിരപ്പള്ളി പോലെയുള്ള ഒരു മണ്ഡലത്തിൽ BJPക്ക് ഹിന്ദു സ്ഥാനാർത്ഥിയാണെങ്കിൽ കുറച്ചുകൂടി വോട്ട് പിടിക്കുവാൻ സാധിക്കും. കാസ എന്ന കടലാസ് സംഘടനയുടെ ബലത്തിൽ സീറ്റ് നൽകാൻ BJP കേന്ദ്ര നേതൃത്വത്തിൽ ഇരിക്കുന്നത് അത്രയ്ക്ക് മണ്ടന്മാരൊന്നുമല്ലല്ലോ. ഇനി ഒരു പക്ഷേ പാലായിൽ ഷോൺ മത്സരിച്ചാലും അവസ്ഥ കുറച്ചുകൂടി ദയനീയമാവുകയുള്ളൂ. നിലവിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യം വെക്കുന്ന ഷോൺ ജോർജ് മുനമ്പം വിഷയവും വഖഫ് ബോർഡും ഒക്കെ ചൂണ്ടിക്കാണിച്ചാണ് മുന്നോട്ട് വരുന്നത്. പക്ഷേ BJPയോടുള്ള പാലായിലെ ക്രിസ്ത്യാനികളുടെ തൊട്ടുകൂടായ്മ ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്ന സാഹചര്യമുള്ളപ്പോൾ BJPയുടെ പാരമ്പര്യ വോട്ടുകൾ നേടാമെന്നല്ലാതെ മറ്റൊരു ഗുണവും ഉണ്ടാവില്ല. മാത്രമല്ല, നിലവിലുള്ള സാഹചര്യത്തിൽ LDF അല്ലെങ്കിൽ UDF അല്ലാതെ മൂന്നാമതൊരു മുന്നണിക്ക് പ്രതിപക്ഷമായിരിക്കാനുള്ള സീറ്റുകൾ പോലും ലഭിക്കാനിടയില്ല. രാഷ്ട്രീയ സ്ഥിരതയില്ലാത്ത, വർഷം തോറും നിലപാടുകളും പാർട്ടിയും മുന്നണിയും മാറിക്കൊണ്ടിരിക്കുന്ന ജോർജിനും മകനും പ്രബുദ്ധരായ വോട്ടർമാർ വോട്ട് ചെയ്യുമോ എന്ന കാര്യവും കണ്ടറിയേണ്ടതാണ്. എന്തായാലും PC ജോർജ് തുടർച്ചയായിട്ടുണ്ടാക്കുന്ന വിവാദങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കിയിരിക്കുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.